ഇവർ കൊടുത്ത ബോർഡിൽ ഷോർട്ട് ഉണ്ട്. ബോർഡിൽ ഷോർട്ട് നമ്മൾ നേരെ സപ്ലൈ കണക്ട് ചെയ്തപ്പോൾ ബോർഡിൽ ആംബിയർ ചേഞ്ച് ആവുന്നുണ്ട്. പ്രൈമറിയിലാണ് അല്ലേ, ഷോർട്ട് പ്രൈമറിയിലാണ്. അപ്പോൾ പ്രൈമറിയിൽ നമ്മൾ ഷോർട്ട് ചെക്ക് ചെയ്യണം. പ്രൈമറിയിൽ കൂടുതൽ ആംബിയർ മാത്രമേ ചേഞ്ച് ആവുമ്പോൾ വോൾട്ടേജ് ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് പ്രൈമറിയിൽ ഏത് ഭാഗത്തായിരിക്കും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് കൂടുതൽ? VPH ലൈനിലായിരിക്കും അല്ലേ കംപ്ലയിൻറ്റ് കൂടുതൽ വരും. ആംബിയർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അതായത് VPH ലൈൻ ചെക്ക് ചെയ്യണം. VPH ലൈൻ ചെക്ക് ചെയ്യാൻ സിമ്പിൾ ആണല്ലേ, ആ ഫോണിൻ്റെ ചാർജിങ് സെക്ഷൻ എടുത്താൽ മതി. ചാർജിങ് ഐസിൽ നിന്നാണ് VPH ഔട്ട് ആവുക. അപ്പോൾ അതിൻ്റെ ഔട്ടിലുള്ള കോയിൽ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് കിട്ടുന്ന വാല്യൂ 0.003. അപ്പോൾ ഷോർട്ട് എവിടെയാണ്? VPHലാണ്. അപ്പോൾ VPH ഒരുപാട് ഭാഗങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി VPHലാണ് ഷോർട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം, ഞാൻ നിങ്ങളുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? VPH പോകുന്ന ഭാഗത്തുനിന്ന് കണ്ണുകൊണ്ട് ഓടിച്ചാൽ തന്നെ നമുക്ക് ഏതെങ്കിലും കമ്പോണൻസിന് കളർ മാറ്റുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഭാഗം നമ്മൾ റോസിൻ ഫ്ലക്സിൽ നിന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ റോസിന് അപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ലൈന് കണക്റ്റഡ് ആയിട്ടുള്ള കമ്പൗണ്ട് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഏതാ മെൽട്ടായത്? ഇതാണ് മെൽട്ടായത് അല്ലേ? ആ ഇനി കപ്പാസിറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. മറ്റുള്ള കമ്പോണൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? വേറെ വ്യത്യാസമുണ്ടോ? യെസ്, ഓട്ടോ ആംബിയർ നിന്നും ഓൺ ആകുന്ന സമയത്ത് ഫോൺ കംപ്ലീറ്റ്ലി ബൂട്ടാവുന്നുണ്ട്.